പിന്നെ ഈ ശങ്കരൻ തെങ്ങി തന്നെ പോവോടെ. ഇന്നലത്തെ എപ്പിസോഡ് അത്യാവശ്യം നല്ല ലാഗായിരുന്നു കേട്ടോ. ആദ്യത്തെ ദിവസത്തത് അടിപൊളിയായിരുന്നു. അതായത് 12 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം വന്ന ആദ്യത്തെ എപ്പിസോഡ്, മെനങ്ങാത്ത എപ്പിസോഡ് നല്ല എൻ്റർടൈനിങ്, നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇന്നലെ വന്ന സമയത്ത് അതിൻ്റെ ഒരു റിപ്ലിക്ക പോലെ എനിക്ക് തോന്നി. അതിലെന്തോ കാണിച്ചത് അതുപോലത്തെ ഒരു സാധനം ഇവിടെ. പക്ഷേ അതിലൊരു വ്യത്യസ്തത ഫീൽ ചെയ്തത് ഈ ടാസ്ക് ഇവർ കളിച്ചതാണ്. അത് ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നേ വരെ എത്രത്തോളം എഫേർട്ട് എടുത്ത് ഒരു ടീം മെമ്പേഴ്സ് ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ അതിന് തുലനപ്പെടുത്താവുന്ന രീതിയിൽ അത്രയും എഫേർട്ട് എടുത്ത് അവർ കളിച്ചിട്ടുണ്ട്. എല്ലാവരും കൊട്ടയ്ക്ക് നിന്ന്. കുറച്ച് പേര് തുടക്കത്തിൽ ഔട്ടായിപ്പോയി. ഷാമോനൊന്നും വേണ്ട രീതിയിൽ കളിച്ചില്ല, വയ്യ, ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി അവസാനം നിന്നവരൊക്കെ കൊട്ടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഓക്കെ ആയിട്ട് പോയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഇതിൽ ഫസ്റ്റ് കൊടുത്തത് രണ്ടുപേരെ സെലക്ട് ചെയ്യണം, ഗ്ലാസും പൊട്ടും. ഹീറോയ്ക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കണം. വില്ലൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നവർക്ക് ഇവിടെ ഒരു പൊട്ട് വെച്ച് കൊടുക്കണം മുഖത്ത് എവിടെയെങ്കിലും. എടാ ഇത് എന്നല്ലേ എടാ, ഇന്നലെ മറ്റേ ലൈക്കും ഡിസ്ലൈക്കും വന്നുകൊണ്ട് ഷർത്തിൻ്റെ ഇമോജി വെച്ചേക്ക്. ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് വെച്ച് കൊടുക്കുക, ഇഷ്ടപ്പെടാത്തവർക്ക് ഷർത്തിൻ്റെ ഇമോജി കൊടുക്കുക. അതുവരെ ഇവിടെ ഹീറോ, ഇഷ്ടപ്പെടുന്നവരാണ് ഹീറോ, ഇഷ്ടപ്പെടാത്തവില്ലേ. ഇഷ്ടപ്പെടത്തില്ലേ, ശക്തനായിട്ടുള്ള എതിരാളി എന്ന് പറയുന്നതിന് വില്ലനെന്ന്, അങ്ങനെയൊക്കെയാണ് ഒരു ഉദ്ദേശിക്കുന്നത്. പക്ഷേ മറ്റവരത് തന്നെ കളിച്ചത്. ഇത് പിന്നെ എന്താണ് നമുക്ക് കാണുമ്പോൾ എന്താണ് വ്യത്യാസം? അത് എത്ര നേരം ഇട്ട് കഴിച്ചെന്നുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയില്ല. ശ്യാമിനെ വിളിക്കുന്നു. ശ്യാമിൻ്റെ ഹീറോ താഷിയാണ്. താഷി ഇന്നലെ ശ്യാമിനെ ഹീറോ ആയിട്ട് വിളിച്ചെന്ന് തോന്നുന്നു, മറ്റേ ലൈക്കായിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ശ്യാം പറയുന്നത് നല്ല സ്വാഗുണ്ട് താഷി. വില്ലൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ലോലിറ്റ കുറച്ച് പേരുടെ സേവ് ഗെയിം നടത്തി, കുറച്ച് പേരുടെ ടീം ഉണ്ടാക്കി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണെന്ന് അത് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും കാണുന്നില്ല, നമ്മൾ ടാസ്ക് മാത്രമേ കാണുന്നുള്ളൂ. മാരാറ് സ്വാഗിൽ എന്തുണ്ട് കാര്യം എന്ന് ചോദിക്കുന്നു. സ്വാഗ് വെച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചു മാരാറ്. അപ്പം പെട്ടെന്നൊരു മ്യൂസിക് ടോണ്ടാൻ ചേഞ്ചിങ്, ആരോ മരിച്ചതുപോലെ സീരിയലിടും പോലെ. അവിടെ ആ മ്യൂസിക് ഇടേണ്ട ആവശ്യം എന്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വാഗിൽ എന്താ കാര്യം ബിഗ് ബോസിൽ? സ്വാഗിൽ എന്തുകൊണ്ട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഗിൽ കാര്യമില്ല. പിന്നെ ആൾക്കാർക്ക് വോട്ടിടണമെങ്കിൽ ഒരു ഓറ, ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യണ്ടേ. ചുമ്മാ അവിടെ എവിടെയെങ്കിലും പഴം പുഴുങ്ങി ഇങ്ങനെ വരെ പിടിച്ച് വോട്ടിടുമോ? അപ്പോൾ ആൾക്കാർക്കൊരു ഹീറോയ്ക്ക് മെറ്റീരിയലായിട്ട് തോന്നേണ്ട കാര്യമുണ്ടെങ്കിൽ സ്വാഗറൊക്കെ അതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. ആരാർ ചോദിച്ചത് ചോദ്യം എനിക്കറിയുണ്ടോ, പക്ഷേ അതിലൊക്കെ മ്യൂസിക് ഇട്ട് കൊടുക്കുന്ന എഡിറ്ററിൻ്റെ ഒരു കഴിവാണ് എനിക്കതിൽ മനസ്സിലാവാത്തത്. താഷിയുടെ ചോദിക്കുന്നു ഹീറോ ഷാമോൻ. ഇന്നലെ ഏതോരുത്തം പറഞ്ഞ് ഇയാൾക്ക് ആവറേജ് ഉള്ളൂ, മറ്റേ എൽദോയ്ക്ക് പറ്റിയ ആകെ മണ്ടത്തരമാണ്, ബിലോ ആവറേജാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നുകൊണ്ട് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് താഷി ശ്രമിക്കുന്നു. വില്ലനായി സോനയെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഒട്ടുമിക്ക പേർക്കും വില്ലൻ സോനയാക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ സോനയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചാൽ പലരും പറയാത്തതെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വെച്ച് ഇവൾ ഫുള്ള് നെഗറ്റീവാണെന്ന് ആർക്കൊക്കെ അഭിപ്രായം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈവെക്കണുണ്ട്. ഒട്ടുമിക്ക പേര് കൈവെക്കണുണ്ട്. കാരണം നെഗറ്റീവ് എനർജിയാണ്, ഒരുമാതിരി വൃത്തിയുടെ സംസാരമാണ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ വില്ലത്തി സോന തന്നെയാണെന്നുണ്ട്. സോന ഐ ആം പ്രൗഡ്, ഐ ആം ചാർജ് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞാണ്. സോനയോട് ചോദിക്കുന്നു ഹീറോ ഷിബിന, വില്ലൻ ലോലിറ്റ ഒരു ഇതില്ലാതെ ബാക്കിയുള്ളവരെ തടഞ്ഞു നിന്ന് കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾ വില്ലനിൽ എങ്ങനെയാണ് ലോലിറ്റ? എനിക്കിവിടെ ഉള്ള ഏറ്റവും ലീസ്റ്റ് വില്ലനാണ് ലോലിറ്റ. ഇപ്പം ജഡ്ജിമാർക്ക് ലീസ്റ്റ് വില്ലനാ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്, ഇവിടെ ബെസ്റ്റ് വില്ലൻ ആരെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചെറുതായി നിസ്സാരമായിട്ട് തോന്നുന്ന ആളാണോ വില്ലൻ? അല്ല, അതല്ല, അങ്ങനെയല്ല, അത് ഇങ്ങനെ സോന റിവി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ശക്തനായിട്ടുള്ള വില്ലൻ തോന്നാൻ അത് എൽദോ. എന്നാൽ പിന്നെ ടാസ്ക് എന്താണ്? എൽദോയുടെ പേരല്ലേ പറയണ്ടേ ചോദിച്ചു. അപ്പൊ ടാസ്ക് എന്തായിരുന്നു? അപ്പോൾ ലോലിറ്റയുടെ അടുത്ത് പറയേണ്ട കാര്യം ജലസിയാണ്. ലോലിറ്റ പറയട്ടെ, അസൂയാണ്. ഇവള് ക്യൂട്ട്നെസ് കാണിച്ച് മെഴുകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് സോന പറഞ്ഞത്. ആക്ച്വലി ക്യൂട്ട്നെസ് മാത്രം കാണിച്ചിട്ടൊന്നുമല്ല ലോലിറ്റോടെ. ലോലിറ്റ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയലാണ് ലോലിറ്റ. ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്, അത് നല്ലതല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് തോന്നൂല്ലേ? അത് ഇതൊക്കെ ഇല്ലാത്തത് നമുക്ക് തിരിയാൻ പറ്റും. അതിൻ്റെ അസൂയാണെന്ന് അവർ കറക്റ്റായിട്ട് പറയാറുണ്ട്. വില്ലൻ രാകേഷ്, ഹീറോ ഷിജുലാൽ. രാകേഷ് ഇതുപോലെ ടീം പ്രൊജക്റ്റ് നടക്കുന്നു. ആദ്യമൊക്കെ സൂപ്പറാണെന്ന് വിചാരിച്ചു, പിന്നെ വില്ലൻ സൈഡ് കാണിക്കാൻ തുടങ്ങി. ഹീറോ ആയിട്ട് തോന്നുന്നത് ഷിജുലാലിനാണ്. ഷിജുലാൽ സൂപ്പറാണ്. ഷിജുലാലിനെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഷിജുലാലിന് ആർക്കും നെഗറ്റീവ് ഇല്ല. നമുക്കും കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും അവൻ്റെ ഒരു എന്നാൽ അവൻ കട്ടക്ക് നിൽക്കും കേട്ടോ. അവൻ ഏതറ്റം വരെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരുത്തനാണ് ഷിജുലാൽ. ഇന്നത്തെ ടാസ്ക് ആണെങ്കിലും അന്ന് ഫുഡ് കഴിച്ച ടാസ്ക് ആണെങ്കിലും ഇത്രയേ ഉള്ളൂവെങ്കിലും അവൻ കട്ടക്ക് തിന്ന് കയറ്റി ഓർമ്മയുണ്ട. പിന്നെ അവൻ്റെ ചിരി ഭയങ്കര രസമാണ് ഷിജുലാൽ. പിന്നെ ഇപ്പോൾ 12 പേര് കയറിയാലും എനിക്ക് പൂജ വേസ്റ്റാണെന്ന് തോന്നുന്നു. ക്യാരറ്റ് ഒരു കാര്യമില്ല ബിക്കോസ് കയറ്റി വിട്ടിട്ട്. പിന്നെ അതുപോലെ താഷി ഇപ്പം വലിയ ഗുണമൊന്നുമില്ല. അതുപോലെ ഷിജിൻ പക്ഷേ ഒരു ഊക്ക് വണ്ടിയായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ കളയണമെന്ന് ഞാൻ പറയുന്നില്ല.
പിന്നെ അഫിയാസൊക്കെ ഇപ്പം ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. എന്നാലും ബിഗ് ബോസിൽ കയറാൻ മാത്രമുള്ള ഒരു ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ഈ ഞെട്ടിച്ചുളഞ്ഞത് ഇപ്പം ഇവൻ ഷിജുലാൽ, നമ്മളെ എൽദോ ഈ സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷയാണെങ്കിൽ പോലെ അവൻ ടാസ്കിൽ മറ്റേലൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ് കേട്ടോ. ക്രൂക്കഡാണ് അവൻ ലൊലീറ്റ, ഈ പറയുക രാകേഷ്, ശ്യാമോനൊന്നും ബിഗ് ബോസ് പറ്റിയ ഒരു മെറ്റീരിയലൊന്നുമില്ല. ശ്യാമനൊക്കെ പോകും അങ്ങനെ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം സോനയും വേണമെങ്കിൽ എടുത്തിട്ടുണ്ടാവും. ഒരു നെഗറ്റീവായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണമല്ലോ. അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ കൊള്ളാം. രാകേഷിന് ഹീറോ ആഫിയാനെയാണ് പറഞ്ഞത്, വില്ലനെ ശിവനായിട്ട് പറഞ്ഞു. എന്നിട്ട് ശിവനെ മാക്സിമം അതിൻ്റെ റിവഞ്ചായിട്ട് എടുത്തിട്ട് വേഷം കൊടുത്ത് ഇവരുണ്ട് അങ്ങോട്ട് ഉടക്കായപ്പോൾ രാകേഷ് ഇവ കോഴിയാണെന്നൊക്കെയാണ് ശിവനെ പറയുന്നത്. ഇവിടെ തള്ളക്കോഴി എന്ന് പറയുന്നത് രാകേഷ്, അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന കുഞ്ഞു കോഴി ലൊലിറ്റ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിയത്തി കുട്ടി ബന്ധം, അനിയത്തി വെച്ച് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം രാകേഷ് റാപ്പൊക്കെ ഉണ്ടാക്കി. നേരത്തെ പഠിച്ചു വന്നില്ല, ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ആടിയതാണെന്നുണ്ട്. എന്തായാലും നല്ല രസമായിരുന്നു. എന്നിട്ട് രാകേഷ് ഇവളെ കളത്തിക്കൊണ്ട് റാപ്പ് കളിക്കുമ്പം ഇവിടെ ഇത് ഡാൻസ് കളിച്ചിട്ട് ക്യൂട്ട്നെസ് എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് അവിടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. പട്ടിണിയും പരിവട്ടം ഒരുപാട് സഹിച്ചു, അവസാന ശ്രമത്തിനെ കാത്ത് തപസിരുന്നു. എന്നിട്ട് അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അടി നടക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ച പറഞ്ഞ സമയത്ത് രാകേഷ് ചെറിയൊരു പ്രൊവോക്കഡായിട്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ രാകേഷിൻ്റെ പ്രൊവോക്കെ, ഇത്രയും ചെയ്താൽ മതി, ഇയാൾ പ്രൊവോക്കഡ്, ഇത്രയും സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛം ഇട്ടിട്ട് ഷിബിന പോകുന്നുണ്ട്. എന്നിട്ട് അവർ പിന്നെ ലാസ്റ്റ് കൊളങ്കര എന്നുകൊണ്ടൊക്കെ ഇട്ട് കളിച്ച് പോകുന്നുണ്ടായിരുന്നു. രസമായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് അഫിയാനാസിൻ്റെ ഹീറോ ശ്യാം, വില്ലൻ സോന. അപ്പോഴാണ് എല്ലാവർക്കും സോന ഇതുപോലത്തെ അഭിപ്രായമുള്ള ആരും ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക പേര് കൈവൊക്കെ എടുത്ത്. പൂജയുടെ ഹീറോ ആര്? താഷി. വില്ലൻ ആരാണ്? വില്ലത്തി സോന. എൽദോയ്ക്ക് താഷിയാണ് വില്ലൻ, ലൊലീറ്റയാണ് ഹീറോ. ലൊലീറ്റയ്ക്ക് വില്ലൻ ഷിബിന, ഹീറോ പൂജ. ഷാമോന് വില്ലൻ എൽദോ, ഹീറോ ഷിജുലാൽ. ഷിജിന് ഹീറോ എൽദോ, വില്ലൻ ഷിബിന. ഇതിങ്ങനെ മാറി തിരിഞ്ഞും വരും. എന്നിട്ട് ഷിജിൻ വന്നിട്ട് ഷിബിനെ തോണ്ടിക്കൊണ്ട് കുറേ പറഞ്ഞു കേട്ടോ, സംസാരിക്കാനെന്ന് അറിഞ്ഞൂടാ എന്നും പറഞ്ഞിട്ട് വേഷ കൊടുത്തപ്പോഴേക്കും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ തിരിച്ച് പറഞ്ഞ് ഇവർ അടിയായപ്പോഴേക്കും അഖിൽമാർ ഇറങ്ങിയിരിക്കുന്നത് പ്രൊവോക്കഡായ മോളിസേ കിടന്ന് പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ അവനെ അടിക്കുമെന്ന്. രാകേഷിനെ കുറിച്ച് പറഞ്ഞില്ല, എന്താ പറയുമ്പോൾ പ്രൊവോക്കഡായ ചോദിച്ച് കിളിച്ചോണ്ടിരുന്നു. അതേ സാധനം മാരാർ തിരിച്ചു വെച്ച് കൊടുത്തപ്പോഴേക്കും അവൾ ഇറുവിപ്പോയി ഷിബിന. ഷിജുലാൽ വരുന്നു, ഹീറോ അഫിയാനെ പറയുന്നു, വില്ലൻ സോനയെ പറയുന്നു. അങ്ങനെ അവർ കഴിയുന്നു. ഏറ്റവും കൂടുതൽ വില്ലൻ കിട്ടിയത് മുഖം മൊത്തം കറുത്ത പാടുകളുമായി നമ്മുടെ സോന നിൽക്കുന്നുണ്ട്. ഹീറോ ആയിട്ട് കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്ന് പറയുന്നത് ഒരു കയറുണ്ട്, കയറിൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കണം, പിടിച്ചുകൊണ്ട് നിൽക്കണം. കയറിൽ നടുക്കൊരു സർക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സർക്കിളിൽ ബാക്കിയുള്ളവരെ വലിച്ചു തള്ളിയിടാൻ അവൻ നോക്കുക. ആരാണോ ആ സർക്കിളിൽ ചവിട്ടുന്നത് അവർ ഔട്ട്. നല്ല ഫിസിക്കലി സ്ട്രെങ്തും ഒരു കോൺസെൻട്രേഷനൊക്കെ, പിന്നെ ടീം വെച്ച് സ്ട്രാറ്റജിക്കായിട്ട് കളിക്കാം. ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവരൊക്കെ ഒരു ടീമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കാൻ പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഇങ്ങനെ വരില്ലേ, ഒറ്റക്കെട്ടിങ് കഴിഞ്ഞാൽ പെടും. അങ്ങനെയൊക്കെ തന്നെ അവർ കളിച്ചത്, അവരെല്ലാം സ്ട്രാറ്റജി അപ്ലൈ ചെയ്താണ് കളിച്ചത്. ആദ്യത്തെ റൗണ്ട് പൂജ പുറത്തായി, പ്ലസ് നമ്മുടെ സോനയ്ക്ക് ആരോ കൈവശം വെച്ച് കൊടുത്ത് കാലൊക്കെ മടുത്ത് സോന ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത റൗണ്ട് ശ്യാം ഔട്ടായി. ശ്യാം അറിയാതെ വന്നു. താഷി അതുപോലെ വീണ് അവൻ വലിച്ചെടുത്തുകൊണ്ട് പോയി, താഷി വീണ്. ഷിബിനെ ഔട്ടായി, ഷിജിൻ ഔട്ടായി. ഷാമോൻ ക്വിറ്റ് ചെയ്തു. ഷാമോന് വെള്ളം തരുമോ കളിച്ചോടിക്കാനിടയ്ക്ക് ആണെ ഇറങ്ങിപ്പെടാത്ത എഞ്ചിനായിരുന്നു. ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് ഷാമോൻ പോകുന്നുണ്ട്. അഫിയാനൊക്കെ നന്നായിട്ട് കളിച്ചോട്ടോ. അഫിയാനൊക്കെ ഇത്ര കട്ടക്കി കളിക്കുമല്ലോ അഫിയാന. പക്ഷെ അതിൽ ഈ ലോലിറ്റ ഇടയ്ക്ക് എത്ര പ്രാവശ്യം ഓടിക്കും, കൊച്ചി കിടന്ന് പറന്ന് മറ്റേ ചിത്രശലഭം പറക്കും പോലെ പറക്കണമായിരുന്നു. യോമാൻ അവളെ വെയിറ്റ് കുറവല്ലേ, മറ്റേ തടിയന്മാരെന്ന് പറഞ്ഞാൽ വണ്ണത്തിൻ്റെ കാര്യത്തിലല്ലേ, കുറച്ചൊരു സ്ട്രെങ്ത് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ വലിച്ച് ഇവള് അവിടെ നിന്ന് പറന്നിങ്ങി വരും. ഇതിൽ മാത്രം ചവിട്ടൂല. അത് പാവാടയല്ലേ, പാവാട വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ പാടില്ല. പാൻസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഈ പാവാട വെച്ചിട്ട് ഈ ഫ്രോക്ക് വെച്ചിട്ട് ഇതിങ്ങനെ പറന്ന് കളിക്കുന്നു, ഇങ്ങോട്ട് കളിക്കുന്നു. ഒരുപാട് പ്രാവശ്യം അത് കാണാൻ നല്ല രസമാണ്, വിഷ്വലി നല്ല രസമുള്ളൊരു ഇതായിരുന്നു. ഇവളിങ്ങനെ ഒരു ചിത്രശലഭത്തിനെ പോലെ ഇങ്ങനെ പാറി കിടക്കുക കാണുമ്പോൾ. അപ്പം എന്നിട്ടും അവൾ മാക്സിമം കൊടുത്തിട്ട് അവസാനം ഒരു കൈ അബദ്ധം പറ്റിയാണ് ലോലിറ്റ ഔട്ടായി പോകുന്നത്. രാകേഷ് ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചതിൻ്റെ ഇടയ്ക്ക് കഴിയുന്നൊക്കെ വിട്ടിട്ട് ഇങ്ങനെ കൈ വെച്ച് പിടിച്ചുകൊണ്ട് അപ്പോഴേക്കും കുറേ നേരമായപ്പോഴേക്കും മതി, യെല്ലോ കാർഡാണ്, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യില്ലെന്ന് പറഞ്ഞ് പിന്നെ മര്യാദയ്ക്ക് കളിച്ചു. പക്ഷേ അപ്പോഴേ തന്നെ രാകേഷ് ഔട്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് എൽദോയും ഷിജുലാലും എൻ്റെ പൊന്നോടെ യോമാര് കിടന്ന് അങ്ങോട്ട് വലിക്കണ് ഇങ്ങോട്ട് വലിക്കണ്, ഒരു രക്ഷയില്ല. എങ്ങനെ യോമാർ ഇത്രയും നിൽക്കണോ, യോമാർക്ക് എങ്ങനെ ഇത്രയും സ്റ്റാമിന ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊക്കെ ആണെങ്കിൽ 2 മിനിറ്റ് മാക്സിമം നിൽക്കുമ്പോഴേക്കും അവിടെ നിന്ന് പട്ടി അണയ്ക്കും പോലെ അണയ്ക്കും. ഇവന്മാർ കിടന്നു വലിച്ച് ഉരുണ്ട് ഒരു രക്ഷയില്ല. അവസാനം ബിഗ് ബോസിന് തന്നെ മടുത്ത് ഇവർ ജഡ്ജിമാർ പറഞ്ഞ് നിങ്ങൾ 2 പേരും വിന്നറാണ്. അതിൽ ഒരുത്തെ ഇന്നലെ കഥ പറഞ്ഞല്ല, എൽദോ കഥ പറഞ്ഞു. അപ്പോൾ കഥ പറയാത്ത പോയി കഥ പറയാൻ പറഞ്ഞപ്പോഴേക്കും ബാക്കി എല്ലാവരും എടുത്ത് റോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നത്. ബാക്കി ആരും ഒന്നും പറഞ്ഞില്ല, ജഡ്ജിമാരൊന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് പോയി.
ഓക്കെ എന്ന് പറഞ്ഞിട്ട് നാളത്തെ എപ്പിസോഡ് ആക്കിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഞാനിവിടെ എവിക്ഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോ ദിവസം ഓരോ സീൻ പറഞ്ഞ് എവിക്ഷൻ തള്ളും. കാരണം പ്രേക്ഷകരുടെ ഓട്ടല്ലെങ്കിൽ എന്ത് കണക്കിനുള്ളത് വരും. ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും. പക്ഷേ ഇത് നേരത്തെ ഷൂട്ട് ചെയ്തല്ലേ, അതെനിക്ക് മനസ്സിലാവാത്തത്. നേരത്തെ ഷൂട്ട് ചെയ്ത് എങ്ങനെയാണ് ഒരു എവിക്ഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവസാനം വരെ പോയിട്ട് ആരെ എവിക്റ്റ് ചെയ്യാതെ ലാസ്റ്റ് ഒരു ദിവസം കൊണ്ട് എവിക്റ്റ് ചെയ്യൂ. അതവരെന്താണ് ചെയ്യണത് നമുക്ക് നോക്കി കാണാം, അല്ല എന്ത് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഇന്ന് ആദ്യത്തെ ദിവസം എവിക്ഷൻ നടന്നില്ല, രണ്ടാമത്തെ ദിവസം എവിക്ഷൻ നടന്നില്ല, മൂന്നാമത്തെ ദിവസം തിരുവോണമൊക്കെ ആയിരിക്കും. ഓണമായിട്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞുകൊണ്ടേന്ന് പറഞ്ഞാൽ അത് കളയും. പിന്നെ ഒരു ദിവസമായിട്ട് നാളായിട്ട് ആരെങ്കിലും എടുത്ത് കളയുമായിരിക്കും. നാളെ മറ്റന്നാൾ ഒരാളെ കളയും. അങ്ങനെയൊക്കെ പോയിട്ട് ഒരു 5 പേര് ബിഗ് ബോസിനകത്ത് പോകും. പക്ഷേ ഇതിലുള്ളതിൽ 5 പേരല്ല, അതിൽ കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ പോകാൻ ഡിസേർവിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു ഇതുമില്ലാത്ത കണയില്ലാത്ത കുറേ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമുള്ള കുറേ സെലിബ്രിറ്റീസിനെ കുറേ എടുത്തിട്ടിട്ട് തള്ളിക്കൊണ്ട് പോകണതിനേക്കാളും നല്ലത് ഇത്രയും എഫേർട്ട് ഇടുന്ന ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ള കുറച്ച് പേരെ കയറ്റുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവരൊക്കെ ഇപ്പോൾ ഓൾറെഡി ആൾക്കാർക്കെല്ലാം പരിചയമായിട്ട് വരും. ബിഗ് ബോസ് കയറുമ്പോഴേ അവർക്ക് ഒരു അപരിചിതത്വം അങ്ങനെ ഒന്നുമില്ല. അപ്പം ഇവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കോളും. ഇപ്പോൾ ഇവരും സെലിബ്രിറ്റീസ് ആയി തന്നെയാണ് അകത്ത് കയറുന്നത്. അപ്പം കുറച്ച് പേരെ കൂടി എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പേരെ വയൽ കാർഡായിട്ടെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.